വലൈക്കും സലാം. നജീബ് ഒരുപാട് നാളായിട്ട് ഞങ്ങളിങ്ങനെ കാണാൻ പറഞ്ഞ് ആഗ്രഹിച്ചിരിക്കുക. അതെ, കാര്യം നമുക്കെല്ലാവർക്കും അറിയാം, വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ബെന്യാമിൻ ഈ ആടുജീവിതം എന്ന് പറഞ്ഞാൽ അവർ ഇക്കാട് ജീവിതം എഴുതിയത് നോവലാക്കി. ഒരുപാട് ആൾക്കാർ നമ്മളൊക്കെ അന്ന് വായിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനും ഗൾഫിൽ നിന്ന്, ഞങ്ങളെല്ലാവരും ഗൾഫിൽ നിന്ന്, അപ്പോൾ ഞങ്ങളൊക്കെ ഗൾഫിൽ നിന്നിട്ട് ഇതേകൂട്ട് ജീവിതം നമ്മൾ അനുഭവിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുകൊണ്ട് നമ്മൾ അനുഭവിക്കാത്ത ജീവിതം വെറും കെട്ടുകഥകളാണ്. ഇക്കടെ ആ ഒരു ജീവിതം ഇപ്പോൾ സിനിമയായിട്ട് ഇപ്പം തിയേറ്ററിലെത്തി. ഇക്ക ആദ്യമായിട്ട് ആ ഒരു സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിൽ ചെന്നപ്പോൾ എന്തായിരുന്നു ഇക്കടെ മനസ്സിൽ? ഞാൻ ആ സിനിമ കാണാൻ ചെന്ന് കയറിയപ്പോഴും അന്നേരം മുതൽ ഞാൻ കരയുവാണ്. കാരണം ആ ആദ്യത്തെ രംഗം മുതലേ ഞാൻ അവിടെ അനുഭവിച്ച കാര്യങ്ങളാണ് അതിനകത്ത് കൂടുതലും കാണിക്കുന്നത്. പിന്നെ സിനിമയ്ക്കകത്ത് വേണ്ടി കുറച്ച് അവർ കയറിയിട്ടുണ്ട്. ഞാൻ ആ സിനിമയ്ക്കകത്ത് ഞാൻ ഏറ്റവും കരഞ്ഞെന്ന് പറഞ്ഞാൽ, ഞാൻ ചാടാനായിട്ട് പോകുമ്പോൾ എൻ്റെ ആ പഴയ ഒരു ഫാൻറ്റ് ഇടുന്ന ഒരു രംഗമുണ്ട്. സിനിമ ആരും കണ്ടിട്ടില്ലല്ലോ, ആ രംഗം കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ എനിക്ക് അവൻ ഊരി താഴ്ത്ത് പോവുക. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരു ചെറിയ ഇതെടുത്ത് റോപ്പെടുത്ത് കെട്ടി. പക്ഷെ അതേ രീതി തന്നെയാണ് ഇതിനകത്ത് പൃഥ്വിരാജ് കാണിച്ചേക്കുന്നത്. ആ അസ്ഥി പോലിരിക്കുന്ന ആ മെലിഞ്ഞ ആ വേഷത്തിൽ അത് കണ്ടിട്ടില്ലേ? ഞാൻ തന്നെ ആലോചിക്കും, ഇത്രയും രീതിയിലാണ് എങ്ങനെ ഇത്ര ഒട്ടാനുള്ള എങ്ങനെ ഒട്ടിയെടുത്തെന്നാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ഒരു എയർപോർട്ടിൽ വന്ന് നമ്മൾ ആ ഒരു ഫസ്റ്റ് അവിടുന്ന് പോകുന്നു, ഒരു വിസയിൽ പോകുന്നു, എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങിയിട്ട് ഒരു സൗദി വിളിച്ചോണ്ട് പോവാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു സൗദിയുടെ വിസയിലല്ലായിരുന്നു അല്ലാതെ പോയത്, എന്നെ മാറിക്കൊണ്ടുപോകായിരുന്നു. ആ ഒരു മരുഭൂമിയിലോട്ട് എത്തിപ്പെട്ടപ്പോൾ ഒരു ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയൊക്കെ? ഞാനത് മരുഭൂമിയിലേക്ക് ഞാൻ കയറുന്നിടം വരെ ഞാൻ മരുഭൂമിയിലേക്കൊന്നും നല്ല ചിന്ത എൻ്റെ ഇല്ലായിരുന്നു. പിന്നെ കുറച്ച് ഓടും തോറും ഈ മരുഭൂമി കൂടെ വണ്ടി ഓടുന്നത് എത്ര ടൈം ഒരുപാട് ടൈം ഓടിയിട്ട് ഈ മരുഭൂമി കൂടെ തന്നെ വണ്ടി പോവുക. അപ്പോഴൊക്കെ ഒരു ബിൽഡിങ്ങോ ഒരു ആൾക്കാരെയോ ഞാൻ കാണുന്നില്ല. അപ്പോൾ ഞാൻ ഓർക്കുന്നത് സൗദി അതല്ല, അന്നേരം ഒന്നും കാണുന്നില്ല, ആളിനെ ഒന്നിനെയും കാണുന്നില്ല. സന്ധ്യ കഴിഞ്ഞ് അങ്ങനെ ഞാനിങ്ങനെ പോകുമ്പോൾ ഓടി പോകുമ്പോൾ അപ്പോൾ പിന്നെ ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ ഇത്രയായിട്ടും ആരെയും കാണുന്നില്ലല്ലോ. അപ്പോൾ അന്നേരം എൻ്റെ മനസ്സിലൊരു ആലോചന വന്നു, പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇതുപോലെ അടിമയ്ക്കാനായിട്ട് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ആൾക്കാരൊക്കെ കാണാതൊക്കെ പോയിട്ടുണ്ടല്ലോ, അങ്ങനെ കാണാൻ കൊണ്ടുപോകണമെന്നൊരു സംശയം എന്തായാലും എൻ്റെ മനസ്സിൽ വന്നു. പക്ഷെ അതൊരു സത്യം തന്നെയായിരുന്നു എൻ്റെ മനസ്സിൽ അന്ന് വന്ന ആ അനുഭവം. കറക്റ്റ് എത്ര വർഷം അവിടെ നിന്ന് ഓർമ്മയുണ്ടോ? 2 വർഷം ജില്ലാണ് ഞാൻ അവിടെ. അങ്ങനെ പിന്നെ ഞാൻ മരുഭൂമിയിലോട്ട് പോകുമ്പോൾ തോറും എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഇതിപ്പോൾ അപകടത്തിലേക്ക് പോവുകയാണെന്ന്. അപ്പോഴത്തേക്ക് പാസ്പോർട്ട് എൻ്റെ കയ്യിലായിപ്പോയി. അന്നേരം അവിടെ വെച്ച് കിട്ടിയിട്ടില്ല. പിന്നെ മേടിക്കാൻ രക്ഷയില്ല. നമുക്ക് ഈ ഒരു സിനിമയിൽ കാണിക്കാത്ത കുറെ രംഗങ്ങൾ, അതായത് പാമ്പിനെ അടിച്ചുവിടുന്ന രംഗങ്ങളൊക്കെ, ഞാൻ പാമ്പിനെ മരുഭൂമി വെച്ച് ഒരുപാട് അതിനെ കൊന്നിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഈ ആടിനെ കടിച്ച് ഒരുപാട് അതിനെ കൊല്ലും. അപ്പോൾ ഈ മരുഭൂമിയിൽ ഇയാടെ ഒരു വണ്ടിയുണ്ട്, ജീപ്പ് പോലത്തെ ഒരു വണ്ടി മരുഭൂമിക്കൂടെ ഓടുന്നത്. അപ്പോൾ അതിൻ്റെ ലൈറ്റ് വെട്ടത്ത് എൻ്റെ അടുത്ത് പറയും, പിന്നെ ഒരു വടിയെടുത്ത് നിന്നിട്ട് പറയും പാമ്പുണ്ടെ കൊല്ലണമെന്ന് പറയും. അങ്ങനെ ഞാൻ 3-4 കൊന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഇതിനകത്ത് കാണിക്കാൻ പോകുന്നതിൻ്റെ കൂട്ടം രക്ഷപ്പെടുന്ന സമയത്ത് പിന്നെ ഞാൻ അന്നേരം ഇപ്പം ഇവർ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് ഞാൻ അന്നേരം എങ്ങനെയെങ്കിലും നമ്മളിപ്പോൾ നമ്മുടെ മുസ്ലിങ്ങളായതുകൊണ്ട് എനിക്ക് കെട്ടിത്തൂങ്ങി മരിക്കാനൊരു വിഷമമുണ്ട്. ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമല്ലേ. അപ്പം നമ്മുടെ അത് ഇസ്ലാം പറഞ്ഞിട്ടില്ല. അങ്ങനെ ഞാൻ എൻ്റെ വിഷമം കൊണ്ട് ഞാൻ കട്ടിലിൽ നിന്ന് ഇറങ്ങി താഴെ കിടന്നിട്ടുണ്ട്, പാമ്പ് കടിച്ചെങ്കിലും മരിക്കട്ടെ എന്നും പറഞ്ഞ്. എന്നിട്ട് പാമ്പും കടിക്കത്തില്ല. അപ്പോൾ എന്തിനാ പിന്നെ ഞാൻ വിളിക്കുന്നത്, എനിക്ക് ഇനി വീടൊരു ജീവിതം കൂടെ ഉണ്ട് എന്നുള്ള എൻ്റെ ഭാര്യ. അതെ, എൻ്റെ ഈ മരിക്കാൻ കിടന്നിട്ട് ഞാൻ മരിക്കുന്നില്ല. അപ്പോൾ എനിക്കൊരു ജീവിതം ഉണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും. അപ്പോൾ വരുന്ന പോലെ പെട്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഒരു ദിവസം തട്ടി ഇങ്ങനെ പോകുന്നത്. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഒരുപാട് ആൾക്കാർ സത്യം പറഞ്ഞാൽ ഇക്കടെ ഒരു ഇൻ്റർവ്യൂ വന്നെടുക്കുന്നുണ്ട്. ഈ ഇൻ്റർവ്യൂ എടുക്കുന്ന ആൾക്കാർ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു നേട്ടം എനിക്കില്ല, ഉണ്ടായിട്ടില്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യാൻ, ഇപ്പോൾ വന്ന് ആളൊക്കെ വന്ന് വിളിക്കാൻ പോലെ വന്ന് നിൽക്കുവാണ്, വീട്ടിൽ നിന്ന് വരുവാണ്. ഞാൻ ആദ്യമൊക്കെ കുറച്ചൊക്കെ കൊടുത്ത്, പിന്നെ സ്ഥിരമായിട്ടൊരു 5, 6, 10 വരെ വന്നിട്ടുണ്ട്. 10 ഒന്നും അല്ല, എനിക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് പോയി ഇച്ചിരി കഞ്ഞി ഞാൻ പള്ളിയിൽ പോയാൽ മേടിക്കുന്നത്. അതുപോലെ മേടിക്കാനുള്ള സമയം കിട്ടാത്ത ഒരുപാട് ദിവസങ്ങളുണ്ട്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ബെന്യാമിൻ എന്ന് പറഞ്ഞ ആൾ ഈ സിനിമ ഈ കഥയ്ക്ക് വേണ്ടി മാത്രം കുറെ കാര്യങ്ങളൊക്കെ എഴുതി ചേർത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം, അത് വെറും കെട്ടുകഥകൾ മാത്രമാണ് നമുക്ക്. പക്ഷേ ഇത് വിറ്റും കുറെ കാശുണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന ചാനലുകാരുണ്ട്. അവരുടെ എന്ത് പറയാനുള്ളത്? എനിക്ക് എന്നെ പോലെ ഒരു പാവപ്പെട്ടവൻ്റെ ഇതുപോലെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോയിട്ട് ഒരുപാട് പിന്നെ നിങ്ങൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടി അത് ശരിയല്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. മനുഷ്യരാണ്. 2 ദിവസം മുമ്പ് നെഗറ്റീവ് പബ്ലിസിറ്റി
വേണ്ടി പല ചാനലുകാരും കണ്ട കാര്യം. അതെ അതെ പല ചാനലുകാരും വരുന്നുണ്ട്. അങ്ങനെ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു വിഷമം തോന്നി. കാര്യം അത് എന്നെപ്പോലെ ഒരു സാധാരണ ഇത്രയും കഷ്ടത അനുഭവിച്ചവർക്ക് വേണ്ടി പിന്നിങ്ങനെ നിങ്ങൾ പറഞ്ഞ ഒരിക്കലും എത്ര കോടി കിട്ടിയാലും നിങ്ങൾ ആരും പോരുമെന്നാണ് എൻ്റെ അടുത്ത് അങ്ങനെ എനിക്ക് പറയാനുള്ളത്. പിന്നെ ഞങ്ങൾ 2 ദിവസം കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന സാധനമുണ്ട്. അതായത് ഫേസ്ബുക്കിൽ സകല പേജുകളും വന്നുകൊണ്ടിരിക്കും. ഒരു കുഞ്ഞിക്ക എന്ന് പറഞ്ഞ കക്ഷി ഈ പേജിനകത്തൊക്കെ വന്നിട്ട് എന്നെ ഇക്കായി രക്ഷിച്ചു വിട്ട കക്ഷി ഇതാണെന്ന് പറഞ്ഞ് കാണിക്കൊണ്ട്. പക്ഷേ എനിക്കത് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഞാൻ അവിടെ വന്നപ്പോൾ ഒരു ഹോട്ടലുകാരനെ വിളിച്ച് പിന്നെ ഭക്ഷണം തന്ന് അവരെന്നിട്ട് സംസാരിച്ചിട്ടില്ല. സംസാരിക്കാതെ കാരണം പിന്നെ ഈ ഫുഡ് അറിയാത്ത ഫുഡ് തന്നിട്ട് പുള്ളിയുടെ എൻ്റെ വേഷങ്ങളും മറ്റും കണ്ടപ്പോൾ പുള്ളിക്കാരെ മനസ്സിലായിട്ട് ഒരു അക്ഷരായാലും മിണ്ടുന്നില്ല. അയാൾ ഒരു കരയുന്ന പോലുള്ള രംഗമാണ് എൻ്റെ മുഖത്തോട് നോക്കിയിട്ട്. അതിന് എന്നിട്ട് പറഞ്ഞു മോനെ ഇവിടെ ആരെങ്കിലും പരിചയക്കാരുണ്ടോ എന്തൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഉണ്ട്, എൻ്റെ നമ്പറുണ്ട്. അന്നേരം അവിടുന്ന് ഇമോഷൻ ആൾ വിളിച്ചിട്ട് പിന്നെ പെട്ടെന്ന് ഇന്ന ആളുടെ സ്ഥലത്ത് കൊണ്ട് ആൾക്കാരുടെ എടുത്തുകൊണ്ട് വിട്ടുകൊടുക്കാൻ പറഞ്ഞു. അതുപോലെ തന്നെ കൊടുത്ത് വിട്ടു. അവർ നാട്ടുകാരെല്ലാം പെട്ടെന്ന് വന്ന് കൂടി എൻ്റെ ഇതെല്ലാം മുടിയെല്ലാം വെട്ടി ഒക്കെ ചെയ്ത് പെട്ടെന്ന് വൃത്തിയാക്കി. അങ്ങനെയാണ് സംഭവം. ഇതിപ്പോൾ അയാൾ ബെന്യാമിൻ സാറ് പിന്നെ കഥ പറഞ്ഞു കൊടുത്തെന്നും പറഞ്ഞൊക്കെ പറയുന്നുണ്ട്. ഞങ്ങളത് കണ്ടപ്പോൾ ഞങ്ങൾ ചിന്തിച്ചു ഇങ്ങനെ ഒരു കക്ഷി കണ്ടിട്ടുമില്ല. പെട്ടെന്ന് ഒരാൾ പ്രത്യക്ഷപ്പെട്ടു. എന്നെ അവിടുന്ന് ഒരാൾ ഇതുപോലെ ഹോട്ടലിൽ കയറി ഞാൻ ഭക്ഷണം തന്നതൊക്കെ സത്യമാണ്. അതെ 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 ഇതിപ്പോ എന്ത് ചാനലുകളുടെ പരിപാടി ആയിരിക്കാമെന്ന് എൻ്റെ സംശയം. അതെ അതെ അതെ. പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം സിനിമ എല്ലാം ഇപ്പം വലിയ രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് എനിക്ക് തോന്നുന്നു മലയാള സിനിമ കണ്ടതിൽ ഏറ്റവും വലിയൊരു സിനിമയായിട്ടാണ് ഇപ്പം നമ്മുടെ ഈ ഒരു സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സിനിമയോട് ഇക്കാടെ ജീവിതം മാറി മറിയുമെന്ന് ഇക്കാക്ക് ഒരു പ്രതീക്ഷ ഉണ്ടോ? മറിയുന്നത് എൻ്റെ പ്രതീക്ഷയുണ്ട്. അത് കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് പിന്നെ പൃഥ്വിരാജ് സാറിനെ ഞാൻ 3-4 പ്രാവശ്യം കണ്ട്. അപ്പോഴേ എൻ്റെ ഇതെല്ലാം പുള്ളിക്ക് അറിയാം. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് നജീബിനെ ഞാൻ വന്ന് കാണും വാക്ക് കേട്ടിട്ടില്ല. നിങ്ങളെല്ലാവരും കേട്ടില്ല. പൃഥ്വിരാജ് ഈ ഒരു ഇക്കാക്ക് കാര്യം ആ ഒരു ജീവിതം കശിയായി വെറുതെയെങ്കിലും ആ ഒരു മരുഭൂമിയിൽ നിന്നപ്പോൾ കശിക്ക് കുറച്ചെങ്കിലും മനസ്സിലായി കാണാം. അത്രയും ആ ഒരു ഫുഡ് കഴിക്കാതെ നിന്നപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ചെയ്യുമെന്നാണ് ഞങ്ങൾ എല്ലാവരും അങ്ങനെ ചെയ്യാൻ പൈസ ഒപ്പിക്കുന്ന യൂട്യൂബർമാർ. പിന്നെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം പറയാനുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിപ്പം ഒരുപാട് യൂട്യൂബേഴ്സ് വന്നിട്ട് ഇക്കായെ കൊണ്ട് വീഡിയോ എടുപ്പിക്കുന്നു. റീച്ചുകൾ കൂടുന്നതനുസരിച്ച് വീണ്ടും വീണ്ടും വന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അവർക്ക് പറയാം ഒരു വീതം നിങ്ങൾക്ക് 1 ലക്ഷക്കണക്കിന് രൂപയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാവരും ചാനൽ നടന്നവരാ. ഒരു ചാനലിനകത്ത് എത്ര രൂപയാണ് നമുക്ക് കിട്ടുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ശരിക്കും പറഞ്ഞാൽ ഈ മനുഷ്യൻ്റെ ഒരു ജീവിതമാണ് ഈ ഒരു സിനിമയാക്കി, ഇപ്പോൾ കഥയായി, നോവലായി, സിനിമയായി. കാര്യം ഈ നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ എല്ലാവരും ചെയ്തു കൊടുക്കുക. നമ്മളെപ്പോലുള്ള സാധാരണക്കാരന് കാര്യം ഒരു മനുഷ്യൻ അനുഭവിച്ച ജീവിതമാണ് ഒരു സിനിമയായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സിനിമ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതം നിങ്ങൾ ഇതിനോട് സോഷ്യൽ മീഡിയ വഴി കാണിക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു മാക്സിമം അത് ചെയ്യുക എന്നുള്ള മാത്രമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും പറയാനുള്ളത്. എന്തെങ്കിലും പറയാനുണ്ടാക്കാം? എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു കോടീശ്വരനാകാനോ എനിക്ക് സന്തോഷത്തോടെ ജീവിക്കാനോ വേണ്ടിയൊന്നും അല്ല ഞാൻ ഈ കഥ പറഞ്ഞു കൊടുത്തതും അയാൾ കഥ എഴുതി സിനിമയാക്കിയത് തോന്നുന്നു. ഞാൻ എന്നും സാധാരണക്കാരായിട്ട് ജീവിക്കാൻ മാത്രമേ എനിക്ക് അല്ലാതെ ഞാൻ എനിക്ക് വല്ല കോടീശ്വരനാണോ എൻ്റെ ഭാഷ അതേ ഉള്ളൂ. ഇപ്പം നമുക്ക് എത്ര കിട്ടിയാലും ഒരു നേരത്തെ ഒരു അസുഖത്തിനുള്ള പൈസ കാണത്തില്ല. അതാണ് തീർച്ചയായിട്ടും. ഇൻഷാ അല്ലാഹ് ഇതോടെ ഈ ഒരു സിനിമയോടുകൂടി ഇക്കാടെ ജീവിതം മാറി പറഞ്ഞ് ഞങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട്. കാര്യം ഞങ്ങൾക്ക് പൃഥ്വിരാജിലൊക്കെ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അങ്ങനെ പൃഥ്വിരാജ് ബ്ലസ് എന്നൊക്കെ പറഞ്ഞ സമയമാണ്. കാര്യം ഇവർക്ക് എല്ലാവർക്കും എൻ്റെ ഭയങ്കര സ്നേഹമാണ്. കാരണം ഞാനിപ്പോൾ അവരോട് ഇത്ര നേരം പരിചയപ്പെട്ട കൂട്ടത്തിൽ എനിക്ക് എൻ്റെ മനസ്സിൽ അവർ അതുപോലെ എൻ്റെ ഒരു സഹകരിച്ചില്ല. അതെ അതെ. എനിക്ക് പൈസ വരുന്നത് മറ്റൊന്നും എനിക്കൊരു പ്രശ്നമില്ല. അവരുടെ സംസാരം മാത്രം. വേറെ കാര്യമുണ്ട്, നമ്മുടെ ജീവിതമാണ് എന്തായാലും കാണിച്ചത്. അതെ. അപ്പം അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവർ ഇത്തരം പൈസയ്ക്ക് അവരുണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരണം എന്ന് ആഗ്രഹിക്കുന്ന സാധാരണക്കാരാണ് നമ്മളെല്ലാവരും. എല്ലാ ആൾക്കാരും ഇപ്പോൾ എല്ലാ ആൾക്കാരും ഞാൻ അവിടെ അനുഭവിച്ച കഥകൾ മാത്രം പറഞ്ഞു കൊടുത്തുകൊണ്ട് അവർക്കൊരു സിനിമയോ ഒരു നോവലോ ഇറക്കാൻ പറ്റത്തില്ല. പിന്നെ ഇതിനകത്ത് എന്തെങ്കിലും ഒരു ചേർത്ത് ഇതൊക്കെ വിജയിപ്പിക്കാൻ പറ്റത്തുള്ളൂ. തീർച്ചയായിട്ടും അങ്ങനെയാണ്. അപ്പോൾ ഈ പറഞ്ഞിട്ടല്ലോ നജീബൊക്കെ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ ഈ കുഞ്ഞിക്ക എന്ന് പറയുന്ന കക്ഷിയെക്കുറിച്ചൊന്നും കക്ഷിക്ക് വലിയൊരു അറിവോ കാര്യങ്ങളോ ഒന്നുമില്ല. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്താ സോഷ്യൽ മീഡിയ പടച്ചുവിടുന്നതാണോ അതോ അതിൻ്റെ സത്യാവസ്ഥ എന്തൊക്കെയാണെന്ന് ഇപ്പം നജീബിക്കാരിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. അപ്പം എല്ലാവരും അതാണ്ട് ഈ ഒരു മനുഷ്യൻ്റെ എനിക്കിപ്പോൾ അയാൾ പറഞ്ഞ ഈ ഞാനത് കേട്ടപ്പോൾ ബെന്യാമിനെ ആദ്യം പുള്ളിയെ സമീപിച്ചെന്നാണ് അതിനകത്ത് പറയുന്നത്. നിങ്ങൾ കേട്ടില്ലേ? അപ്പം അതുകൊണ്ടാണ് അയാളല്ലെന്ന് എനിക്ക് ഒരു ഇത് അയാളല്ല. അപ്പോൾ ഇതെല്ലാം ഈ പറഞ്ഞോട്ട് ഇതെല്ലാം വെറും കെട്ടുകഥകൾ മാത്രമാണ് കേട്ടോ. ഇത് കുഞ്ഞിക്കാന്ന് പറഞ്ഞാൽ ആളെ അവിടുന്ന് രക്ഷപ്പെടുത്തി ശരിയാ എനിക്ക് ഭക്ഷണം കഴിച്ച് തന്നതും അതാ ആളല്ല. കുഞ്ഞിക്കാന്ന് പറഞ്ഞ കക്ഷി അതല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക.
അപ്പോൾ ഇൻഷാല്ല ഈ ഒരു സിനിമ ഇപ്പോൾ എന്തായാലും വന്നു കഴിഞ്ഞു. ഇപ്പോൾ ഇക്കാളുടെ ഒരു ജീവിതം ഇനി മാറി മറിഞ്ഞ് ഞങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നജീബിക്ക എല്ലായിടത്തും പറയാം, സിനിമ കാണണ്ട എല്ലാവരും പോയി സിനിമ കാണണം, ഈ സിനിമ വിജയിപ്പിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഞാൻ അനുഭവിച്ച ഒരു കഥ എഴുതി അവർക്ക് ഒരിക്കലും അതിനൊരു ബുദ്ധിമുട്ട് വരരുത്. തീർച്ചയായിട്ടും. അപ്പം ഓക്കെ ഇൻഷാല്ല.